ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫ്ലോറൽ ഗ്രിഡ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത്. നമ്മൾ ഓൾറെഡി കുറച്ച് ഗ്രിഡ്സ് കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലോട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഗ്രിഡ്സ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സർക്കിളിൽ ചെയ്യാം, അതുപോലെ തന്നെ പല ഷേപ്പിലും ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി എളുപ്പത്തിനൊരു ഇതുപോലെ സ്ക്വയർ ബോക്സിലാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു ബ്രൈഡൽ ഹെന്ന ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ ബ്രൈഡൽ ബോർഡർ ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് ഈ ഫ്ലോർ വരുന്ന ഈ ഭാഗം താഴോട്ട്, അതിനപ്പുറത്ത് നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ഗ്രിഡ് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡിങ് ലൈൻസിൽ കൊടുക്കുന്ന ഗ്രിഡ് ഓൾറെഡി ചെയ്തിരുന്നു, അത് ഇവിടെ ഇങ്ങനെ കൊടുക്കുക. അതിനപ്പുറത്ത് നമ്മൾ അടുത്ത ഫ്ലോറൽ ഗ്രിഡ് കൊടുക്കുക. പിന്നെ വീണ്ടും നമുക്ക് സ്റ്റാൻഡിങ് ലൈനോ അല്ലെങ്കിൽ വേറെ പലതരത്തിലുള്ള ഗ്രിഡ്സ് നമ്മൾ പഠിച്ചല്ലോ, അതിങ്ങനെ മിക്സ് ചെയ്തിട്ട് ആണ് നമ്മൾ കൊടുക്കേണ്ടത് ബ്രൈഡൽ ഹെന്ന ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലോറൽ ഗ്രിഡ്സ് എങ്ങനത്തെ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യത്തെ ഗ്രിഡ് വന്നിട്ട് ഇതുപോലെ ഒരു സ്പൈറൽ ഫ്ലവർ വെച്ചിട്ടുള്ള ഗ്രിഡാണ്. അപ്പോൾ നമ്മൾ സർക്കിളോ അല്ലെങ്കിൽ ഏതൊരു ഷേപ്പിൻ്റെ ഉള്ളിലും നമുക്ക് ഈ ഗ്രിഡ്സ് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഇതേപോലെ സ്പൈറൽ ഫ്ലവർ വരയ്ക്കുക, അങ്ങനെ ഫില്ല് ചെയ്യാം. അപ്പം തൊട്ടടുത്ത് തന്നെ ഇതുപോലെ അടുത്ത ഫ്ലവർ വരയ്ക്കുക. ഏകദേശം ഒരേ സൈസിൽ തന്നെ എല്ലാ ഫ്ലവറും വരാൻ വേണ്ടി നോക്കുക. പിന്നെ ഈ ഒരു സ്പൈറൽ ഫ്ലവർ വരയ്ക്കുമ്പോൾ നമ്മൾ ഹംസ് കൊടുക്കുന്ന സമയത്ത് നല്ല സ്മോൾ സൈസിലുള്ള ഹംസ് വരയ്ക്കുക. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. പിന്നെ എല്ലാം ഒരേ സൈസിൽ വന്നാലാണ് നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ ബോക്സിൽ ഫുള്ളായിട്ട് നമുക്ക് സ്പൈറൽ ഫ്ലവർ വരച്ചു കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ സ്ക്വയർ ബോക്സിൽ മാത്രമല്ല, നമുക്ക് വേറെ ഡിഫറെൻറ്റ് ഷേപ്സിലെല്ലാം നമുക്ക് ഇതുപോലുള്ള ഗ്രിഡ്സ് കൊടുക്കാം. ഇപ്പോൾ സർക്കിളിൽ ചെയ്യാം, അതുപോലെ ഇങ്ങനെ പല ഷേപ്സ് ഉണ്ടല്ലോ, അതിലെല്ലാം നമുക്ക് ഈ ഗ്രിഡ്സ് കൊടുക്കാം കേട്ടോ. ഇതുപോലെ പല ഷേപ്പും നമുക്ക് വരയ്ക്കുക, അതിലെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണാൻ എളുപ്പത്തിന് ഇതുപോലെ സിമ്പിളായിട്ടൊരു സ്ക്വയർ ബോക്സിനുള്ളിൽ ചെയ്ത് കാണിക്കുകയാണ്. അപ്പം ഇനി അടുത്ത ഗ്രിഡ് നോക്കാം. ഇതും നമ്മൾ ഈ ഒരു ഹംസ് കൊടുത്തിട്ടുള്ള ഒരു ഫ്ലവർ തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മളൊരു സർക്കിൾ വരയ്ക്കുക, എന്നിട്ട് നമ്മൾ ഒരു സെക്ഷൻ ഹംസ് കൊടുക്കുക. അതിൻ്റെ മുകളിൽ വീണ്ടും ഇതേപോലെ ഹംസ് കൊടുക്കുക, വീണ്ടും സർക്കിൾ വരയ്ക്കുക, ഇതേപോലെ റിപ്പീറ്റ് ചെയ്യാം. എല്ലാ സർക്കിൾസും അതുപോലെ എല്ലാ ഫ്ലവേഴ്സും സെയിം സൈസ് ആവുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും. അപ്പോൾ വരയ്ക്കുമ്പോൾ മാക്സിമം എല്ലാം ഒരേ സൈസിൽ വരാൻ വേണ്ടി നോക്കുക. പിന്നെ ഇത് രണ്ട് ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് അടുത്ത സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഈ രീതിക്ക് നമ്മളിതും ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത ഒരു ഗ്രിഡ് നോക്കാം. നമ്മൾ പഠിച്ചിട്ടുള്ള ആ ഒരു ഫ്ലവേഴ്സ് വെച്ചിട്ട് തന്നെയാണ് ഈ ഗ്രിഡ്സ് എല്ലാം ചെയ്യുന്നത്. ഇതുപോലെ ഹംസ് കൊടുത്തിട്ടുള്ള ഒരു ഫ്ലവർ വരയ്ക്കുക, അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി വലിയ സൈസിൽ ഇതുപോലെ വരച്ചു കൊടുക്കുക, അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ മുകളിൽ ഇതുപോലെ വരയ്ക്കുക.
ഇനി അടുത്ത സ്പൈറൽ വരക്കുക. വീണ്ടും ഇതേപോലെ റിപ്പീറ്റ് ചെയ്തിട്ട് ഫ്ലവേഴ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് ബോൾഡാക്കി കൊടുക്കുക. നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് നെഗറ്റീവ് ഫില്ലിംഗ് ആണ്. നെഗറ്റീവ് ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഫ്ലവറും ലീവ്സ് എല്ലാം കൊടുത്തിട്ട് അതിൽ എക്സ്ട്രാ വരുന്ന പോർഷൻസ് എല്ലാം നമ്മൾ ഹെന്ന വെച്ച് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മളൊരു ബോർഡർ അതുപോലെ പഠിച്ചിട്ടുണ്ട്, ലോട്ടസ് വെച്ചിട്ടും ഒക്കെയുള്ള ബോർഡർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നെഗറ്റീവ് ഫില്ലിങ്ങിൽ വരുന്നതാണ്. അപ്പോൾ നെഗറ്റീവ് ഫില്ലിങ്ങിലുള്ള ഒരു ഗ്രിഡ് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു സർക്കിൾ വരച്ചിട്ട് അതിന് ചുറ്റും ഇതുപോലെ ഹംസ് വരച്ചു കൊടുക്കുക. ഇനി നമ്മളതിൻ്റെ മുകളിൽ കുറച്ചും കൂടി വലിയ സൈസിലുള്ള ഇതുപോലെ വരച്ചു കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലവർ ഇതുപോലെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് ഒരു ഇത് കാണിക്കുകയാണ്. എന്നിട്ട് ലീവ്സ് കൊടുക്കുക. പിന്നെ നമുക്കിങ്ങനെ എക്സ്ട്രാ ഓരോ കോർണേഴ്സിലൊക്കെ അതുപോലെ ഫ്ലവർ കൊടുക്കുക. സർക്കിൾ വരച്ചിട്ട് സെയിം ഫ്ലവർ തന്നെ കൊടുക്കുക. അതുപോലെ എക്സ്ട്രാ വരുന്ന പോർഷൻസിലെല്ലാം നമുക്ക് ഒരു സർക്കിളോ അങ്ങനെ എന്തെങ്കിലും ഒരു ഷേപ്സൊക്കെ അതുപോലെ എക്സ്ട്രാ വരുന്ന പോർഷൻസിൽ സർക്കിൾ വരച്ചു കൊടുക്കുക. പിന്നെ ഇങ്ങനെ കോർണേഴ്സിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സെൻറ്ററിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുക. എല്ലാം അടുത്തടുത്ത് തന്നെ വരക്കണം എന്നില്ല, കുറച്ചിങ്ങനെ വിട്ടിട്ട് വരച്ചു കൊടുക്കുക. പിന്നെ ഫ്ലവറും ലീവ്സും പിന്നെ എക്സ്ട്രാ വരുന്ന പോർഷൻസിൽ അതുപോലെ സർക്കിൾസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇനി നമ്മൾ ഇതിനെ ഈ പോർഷൻസ് എല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം എല്ലാം ഔട്ട്ലൈൻ ഒന്ന് വരച്ചു കൊടുത്തിട്ട് ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പ് കിട്ടും. ഈ രീതിക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിന് മൊത്തം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമുക്ക് ഏത് ഫ്ലവറിൽ വേണമെങ്കിലും ചെയ്യാം. റഫായിട്ട് ഞാൻ ഒരെണ്ണം കൂടെ കാണിക്കാം, ലോട്ടസിൽ ചെയ്തിട്ട് കേട്ടോ. അപ്പോഴത്തെ ലോട്ടസ് കൊടുത്ത് പിന്നെ കുറച്ച് ലീവ്സും അതുപോലെ ആ ഒരു കൊളുത്ത് പോലുള്ള ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ അതും കൊടുത്തിട്ട് നമ്മൾ ബാക്കിയുള്ള പോർഷൻസും ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എടുത്തിട്ടുള്ള എല്ലാ ഗ്രിഡ്സും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഈ ഒരു ഇതുവരെ എടുത്തിട്ടുള്ള എല്ലാ പോർഷൻസും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും നമുക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരും. ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡിങ് ലൈൻസിലുള്ള ഗ്രിഡ്സും അതുപോലെ ഫ്ലോറൽ ഗ്രിഡ്സും പറഞ്ഞു. ഇനി നമുക്കിത് മിക്സ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ see you.